നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അധികാരം പിടിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട് BJPക്ക് എങ്ങനെയാണോ അവരുടെ ട്രബിൾ ഷൂട്ടറായി ഹിമന്ത ബിശ്വാസിനെ കണക്കാക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവ് ഗൊഗോയും. അസാമിലെ ജോർഹാട്ടിൽ നിന്നുള്ള ലോക്സഭാ അംഗമായ ഗൗരവ് ഗൊഗോയ് ശ്രദ്ധ മുഴുവൻ ചെലുത്തുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അസാമിൽ അധികാരം തിരികെ കോൺഗ്രസ് കൊണ്ടുവന്നാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതായത് മണിപ്പൂരിലും അരുണാചലിലുമൊക്കെ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ വരും. അങ്ങനെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും തിരികെ കോൺഗ്രസ് പിടിക്കാനായാൽ രാജ്യസഭയിലും BJPയുടെ അംഗബലം കുറയും. വാസ്തവത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ BJPക്ക് ലോക്സഭയിൽ ഏറ്റ തിരിച്ചടി അത് കണക്കാക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവരുടെ ജനപ്രീതി നഷ്ടമായിരിക്കുന്നു, അവരുടെ അടിത്തറ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഈ രാജ്യത്തെ 60% വരുന്ന ജനങ്ങൾ BJPയെ വെറുക്കുന്നവരാണ്, BJP ഭരണം ആഗ്രഹിക്കാത്തവരാണ്, BJPക്കോ NDAക്കോ അനുകൂലമായി വോട്ട് ചെയ്യാത്തവരാണ്. അവരടങ്ങുന്ന ഈ രാജ്യത്ത് കേവലം ഇലക്ഷൻ പ്രക്രിയയിലെ നമ്പർ കൊണ്ട് മാത്രം ജയിച്ചവരാണ് BJPക്ക് അപ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്ന് ഓർക്കണം. ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഒന്നിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ കാണുന്നതിലും കൂടുതൽ സീറ്റുകൾ കിട്ടിയേനെ. അതായത് വോട്ട് ഷെയർ കൃത്യമായി നോക്കിയാൽ BJPക്ക് കിട്ടിയ വോട്ടിനേക്കാൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയ വോട്ട് 20%-ലധികം വർധനമാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാളും 20%-ലധികം വർധനവ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് മൊത്തമായി ഉണ്ടായിട്ടുണ്ട്. ഇത് രാജ്യത്ത് അഭൂതപൂർവമായ ഒരു വളർച്ചയാണ്. എന്നിട്ടും BJP അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. അവിടെയാണ് ഇലക്ഷൻ സ്ട്രാറ്റജി എത്രത്തോളം വിശാലമായി BJP ഉപയോഗിക്കുന്നു. അത് വളരെ സൂത്രശാലികളായ ഇലക്ഷൻ വിദഗ്ധരുമായി കൂടിയാലോചിച്ചാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന രീതിയിൽ തന്നെ നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, 2014 ഉത്തർപ്രദേശിൻ്റെ ചുമതല അമിത്ഷായുടെ കൈവശമായിരുന്നു. അന്ന് BJP 71 സീറ്റുകളാണ് UPയിൽ നേടിയെടുത്തത്. വാസ്തവത്തിൽ BJPയുടെ വോട്ട് ഷെയർ 35% ആയിരുന്നെങ്കിലും അവിടെ 65% ആളുകൾ, അതായത് വോട്ട് ചെയ്തതിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ട് ചെയ്ത വോട്ടേഴ്സ് വിഘടിച്ച് നിന്നതാണ് BJPക്ക് 71 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കാരണമായത്. ഇപ്പോഴും അതേ സംവിധാനം തന്നെയാണ്. 79ഓളം പാർലമെൻ്ററി സീറ്റുകളിൽ കള്ളക്കണക്കുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തത് എന്നത് വ്യക്തമാക്കി കോൺഗ്രസ് പറയേ ഇത്തരത്തിൽ 60%-ലധികം വോട്ട് ഷെയർ കൃത്യമായി പറയുന്നുണ്ട് BJPക്ക് പ്രതികൂലമാണ്. ഈ വോട്ട് ഷെയർ ജയിക്കാൻ പോകുന്ന രീതിയിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ BJP 110 സീറ്റിൽ ഒതുങ്ങിയനെ, പ്രതിപക്ഷം 300-ൽ പരം സീറ്റുമായി അധികാരത്തിലെത്തിയനെ. കള്ളക്കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് വിരാമമിടാൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന അസാം, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ കഴിയുമെന്നാണ് ഇന്ത്യ മുന്നണി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്.